വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. ഇതിനായിട്ട് നമുക്ക് ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ വേണ്ട. ആദ്യം തന്നെ ഞാൻ 1 കപ്പ് പാല് ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/3 കപ്പാണ് ഇട്ടിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണ് കുമിച്ചിട്ട് കോൺഫ്ലവറും 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുറുകുന്നത് വരെ വേവിച്ചിട്ടെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുന്ന സമയത്ത് നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഇളക്കുക. എന്നാലേ കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള പുഡിംഗ് മിക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. ഈ ഒരു പാകത്തിൽ നല്ല തിക്കായി വന്നു കഴിഞ്ഞാൽ അടുപ്പത്ത് നിന്ന് വാങ്ങി വയ്ക്കാം. എന്നിട്ട് ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ ക്രീം ചീസ് ചേർക്കുന്നുണ്ട്. സ്പ്രെഡ് ചെയ്യുന്ന നമ്മളെ ജാറിൽ വരുന്ന ക്രീം ചീസാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള പുഡിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ കയ്യിലുള്ളവർ ചേർക്കാം, ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലോ മോൾഡിലോ ഒഴിക്കുക. സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂറിനുള്ളിൽ ഇത് സെറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഡീമോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിലിക്കൺ മോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ ഒരു പുഡിംഗ് പാത്രത്തിലും ഇത് സെറ്റാക്കിയിട്ട് എടുക്കാം. ഡീമോൾഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് തണുത്ത് സെറ്റായതിനു ശേഷം ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. ഡീമോൾഡ് ചെയ്തതിനു ശേഷം ഞാൻ അതിൻ്റെ മേലെ കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് കോൺഫ്ലവർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കറക്റ്റ് ഷേപ്പിലായിട്ട് വരും. പക്ഷേങ്കിൽ അപ്പോൾ ആ ഒരു വായിലിട്ട മെൽറ്റാവുന്ന ആ ഒരു പാകത്തിലായി കിട്ടില്ല. ഇതിപ്പോൾ ഒരു റെയിൻ ഡ്രോപ്പൊക്കെ പോലെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.